അല്ലാഹുമല്ലാതെ ഒരാളും അറിയാത്ത ചില സ്വകാര്യമായ നിസ്കാരങ്ങളോ സ്വകാര്യമായ സ്വതക്കയോ സ്വകാര്യമായ നന്മ വേണമെന്ന് അത് ഉമ്മാക്ക് വാപ്പാക്ക് പോലും അറിയില്ല. മോനെ നന്മ ചെയ്യുന്നുണ്ട്, ഭാര്യയ്ക്ക് പോലും അറിയില്ല, നാട്ടുകാർക്ക് പിന്നെ തീരെ അറിയില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരാൾക്ക് ജീവിതത്തിൽ വേണമെന്ന് ചിലപ്പോ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഈ വിളിച്ചു പറഞ്ഞ് നടക്കുന്നതൊന്നും നാളെ അവിടെ ചെല്ലുമ്പോ ബ്ലാങ്ക് ആയിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഉമ്മത്തിനെ ബാധിച്ച വലിയൊരു അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, സ്വഹാബിമാർ കേട്ടു പേടിച്ചു പോയ ഹദീസാണിത്. ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വരുന്ന എന്റെ ഉമ്മത്തികളിൽ ചില ആളുകളെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും. നാളെ അന്ത്യനാളിൽ അവർ വരും. ബിഹസനാത്തിൻ, ഒരുപാട് നന്മ, ഒരുപാട് ദിക്ർ, സ്വലാത്ത്, ദാനധർമ്മം, ഒരുപാട് നിസ്കാരം. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബീദാ, തിഹാമ മലകളോളം വെളുത്ത അമലുകളുമായി വരുന്ന ആളുകൾ. ഫയജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, ആ കർമ്മങ്ങളെ മുഴുവനും അല്ലാഹു പൊടിപൊടിയാക്കി മാറ്റിക്കളയും. അല്ലാഹു സ്വീകരിക്കൂല. വലിയ വലിയ കർമ്മങ്ങൾ, ഒരുപാട് ഉംറ, ഒരുപാട് ഹജ്ജ്, ഒരുപാട് സേവനം, ഒരുപാട് അല്ലാഹു നാളതൊന്നും വില വെക്കൂല. ഇത് പറഞ്ഞപ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സിഫഹും ലനാ, അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. ജല്ലിഹിം ലനാ, അവരാരാണെന്ന് തെളിച്ചു പറഞ്ഞു തരൂ നബിയേ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോകുമോ എന്ന് പേടിയുണ്ട്. അറിഞ്ഞിട്ട് വിടൂല, അറിയാതെ പെട്ടുപോയെങ്കിലോ അതുകൊണ്ടൊന്ന് തെളിച്ചു പറഞ്ഞു തരൂ നബിയെ, ആരാണവരെ. റഹിമക്കല്ലാഹു യാ സൗബാൻ, സൗബാൻ തങ്ങൾ നബി തങ്ങളോട് ചോദിച്ച വാക്കതാണ്, നബിയെ, ഞങ്ങൾ അറിയാതെ പെട്ടുപോയെങ്കിലോ എന്ന് പറഞ്ഞു തരൂ നബിയെ, ആരാണത്. അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവര് നിങ്ങളുടെ സഹോദരന്മാര് തന്നെയാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ ആശയമുള്ളവർ തന്നെ, നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവരെ, നിങ്ങളെപ്പോലെ ഇബാദത്ത് ചെയ്യുന്നവരെ. വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ, രാത്രി നിങ്ങൾ അധ്വാനിക്കുന്ന പോലെ നിങ്ങളോടൊപ്പം അല്ലാതെയും രാത്രി സമയം വരെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുന്നവരെ. എന്തേ കുഴപ്പം? എന്നിട്ട് എന്തേ കുഴപ്പം? വലാകിന്നഹും, ഇവരാരാണെന്നറിയോ? അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി തഹകൂഹാ, ആരും അറിയില്ല എന്ന് കണ്ടാൽ അവര് പൈസ അടിച്ചു മാറ്റും. ആരും അറിയില്ല എന്ന് കണ്ടാൽ അവരാ തിന്മ ചെയ്യും. ഒറ്റക്കൊരു തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഇവരുടെ കാര്യം പോക്കാണ്. അങ്ങനത്തെ കൂട്ടത്തിൽ വളരെ ഉഷാറാണ്, ഒരുമിച്ച് ദിക്റൊക്കെ വളരെ റാഹത്തിൽ ഉഷാറായിട്ട് ചെയ്യുന്ന ആളാ. പക്ഷേ ഒറ്റക്കങ്ങാനൊരു കള്ളുടിക്കാൻ അവസരം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? തിരിച്ചും മറിച്ചും നോക്കിയോ, ഒറ്റ കൂടിയാ എന്റെ മൂത്ര ചൂടാന്ന് പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം പറഞ്ഞ് നടക്കുക. എന്തെങ്കിലും ഒരു തിന്മ ഒറ്റക്ക് ചെയ്യാൻ അവസരം കിട്ടിയോ അവര് ചെയ്തേക്കും. ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന മാമലകളോളം വരുന്ന അമലുമായി വന്നാൽ തന്നെ യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, അല്ലാഹു ഇതിനെ എന്ത് ചെയ്യുന്ന? പൊടിപൊടിയാക്കി കളയുന്ന. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ വിഷയം എന്താന്ന് വെച്ചാല് കുറെ ചെയ്യലല്ല, ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ. കുറെ നിസ്കാരം, കുറെ നോമ്പ് ചിലപ്പോ പറ്റിയില്ല എന്ന് വരും, പക്ഷെ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ. അള്ളാഹു നമ്മുടെ നിയ്യത്തൊക്കെ നന്നാക്കി തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുൽഹമായ മുഹദ്ദസായ മഹാനാണ്. അല്ലാഹുവിൽ നിന്ന് ഇൽഹാം കിട്ടിയിരുന്ന സഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അവര് പറയുമായിരുന്നു, ഫമൻ ഖലസത് നിയ്യതുഹു ഫിൽ ഹഖ് വലൗ അലാ നഫ്സിഹി കഫാഹു അല്ലാഹു മാ ബൈനഹു വബൈനൻ നാസ്. നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങളുടെ ഇഖ്ലാസ് ശരിയാണെങ്കിൽ നിങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരും. പ്രശ്നങ്ങളില്ലാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള വിഷയം കറക്റ്റാണോ, ജനങ്ങളെ കാര്യം അത് ഒരൊച്ചപ്പാടക്കണ്ട, ശരി, പിന്നെ അല്ലാഹു അത് പരിഹരിക്കുന്നതാണ്. അല്ലാഹു ചാല നിങ്ങൾക്ക് പരിഹരിച്ചു തരും. എപ്പോ? നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ. വമൻ തസയ്യന ബിമാ ലൈസ ഫീ ഷാനഹുല്ലാഹ്, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും തിന്മ ചെയ്താൽ ഷാനഹുല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു അപമാനിതനാക്കും എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.
ഇതൊക്കെ വിശുദ്ധ ഹദീസിന്റെയും ഖുർആനിന്റെയും ഭാഗങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം എത്രയോ നന്മകൾ നമുക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ്. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവരെ രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നു, ആരും അറിയാതെ ഒരു വീട്ടിൽ കയറുന്നു. ആ വീട് കഴിഞ്ഞ് വേറൊരു വീട്ടില്, അത് കഴിഞ്ഞ് വേറൊരു വീട്ടില്. ഉമർ റളിയല്ലാഹു തആല അൻഹു പോകുന്ന പോക്ക് നോക്കി നിൽക്കുന്നുണ്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പൊ ത്വൽഹ എന്നവർ ആലോചിക്കുക, ഈ പാതിരാവിൽ എന്തിനാണ് ഉമർ എന്നവര് ഓരോരോ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത്? രാവിലെ വീടുകളിൽ കയറി ചെന്നിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധയെ സഹായിക്കാൻ വേണ്ടി പോയ ചരിത്രം അത് ഉമർ തങ്ങൾ പിന്നാലെ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒന്ന് രണ്ട് വീടുകളിൽ സ്ഥിരം മഹാനവറുകൾ ചെന്ന് ആ വീടൊന്ന് ഇറങ്ങിപ്പോരുമ്പോ എന്തായിരിക്കും ഉമർ തങ്ങൾ ചെയ്യുന്ന നന്മ എന്നറിയാൻ. കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണിത്, ഒരു തിന്മക്കല്ലായി പോകുന്നെന്ന് ഉറപ്പാണ്. പക്ഷെ എന്താണ് ആ നന്മ? ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നു. ഉമർ തങ്ങൾ പോയതിന്റെ ശേഷം ആ വീട്ടിലേക്ക് ചെന്നു. നോക്കുമ്പോ കണ്ണു കാണാത്തൊരു ഉമ്മയുണ്ടവിടെ. ചോദിച്ചത് ആരാന്നറിയോ? ഇല്ല, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീനാണ് ഉമ്മ. അതെയോ, എന്താ ഇവിടെ ഉമർ എന്നവര് ചെയ്യുന്നത് നിങ്ങൾക്ക്? മോനെ, ഈ രാത്രിയിൽ എന്റെ വീട് അടിച്ചുവാരി തന്ന് എനിക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു പോകും, ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. യാ അല്ലാഹ്, ഇത്രയും വലിയൊരു നേതാവ് ഇതേപോലെ ചെയ്ത മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന് കണ്ടുപിടിച്ചവരാണ് ഉമർ തങ്ങൾ. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കും ഇതുപോലെ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. അങ്ങനെ വീടുകളിലൂടെ പാവപ്പെട്ടവരെ തെരഞ്ഞു നടന്ന് ലോക മുസ്ലിമീങ്ങളുടെ നേതാവായിരിക്കെ മഹാനവറുകൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി കണ്ണു കാണാത്ത വൃദ്ധകള് അവരെ പോയി സഹായിച്ചു കൊടുക്കാൻ. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടില്ലായിരുന്നുവെങ്കിൽ ലോകം ഈ സംഭവം അറിയില്ലായിരുന്നു.